ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതിയെ തെരഞ്ഞുപോയ സച്ചിൻ രേവതിയും ശ്രുതിനെ കാണാണ്ടാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ കേട്ടോ. വന്ന വശം തൊട്ട് തന്നെ സച്ചി ശ്രുതിനെ കുറ്റപ്പെടുത്താണ്. നിന്നെപ്പോലുള്ള ഒരുത്തനെ സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അവൾ ഇട്ടെറിഞ്ഞ് പോയത്. നിന്നെപ്പോലെയുള്ള ഒരുത്തനൊക്കെ എങ്ങനെ സ്നേഹിക്കാനാണെന്ന് പറയുമ്പോഴാണ് ഒന്ന് നിർത്തുന്നുണ്ടോ എന്നൊരു സൗണ്ട് വെക്കണം. തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് ശ്രുതി വന്നിട്ട് പറയണം, മതി സച്ചി നിർത്ത്, ഇനി നീ ശ്രുതിനെ കുറ്റപ്പെടുത്തണം, നിർത്തിക്കോളണം, അല്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറയണു, ഈ ഒറ്റൊരുത്തൻ കാരണമാണ് ശ്രുതി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് അവന് മതിയായിട്ടില്ല, അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അമ്മ ഇത് കേൾക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയോട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ശ്രുതിയോട് പറയുകയാണ്, ഞാൻ കാരണം അവൾ നിന്നെ ഉപേക്ഷിച്ച് പോയി എന്നല്ലേ നീ പറഞ്ഞത്, നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് സച്ചി, നിങ്ങൾക്ക് ഈ മോൻ്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയാലും പഠിക്കില്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഇന്നില്ലെങ്കിൽ നാളെ ആവാൻ നിങ്ങളുടെ കാല് വാരും, അപ്പം നിങ്ങൾ ഇവനെക്കുറിച്ചുള്ള സ്വഭാവം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കും, അതുവരെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കലി തുള്ളിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നീട് ശ്രുതി ആവട്ടെ ശ്രുതിയുടെ കാലിലൊക്കെ വീണ്ടും മാപ്പൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്നോട് ക്ഷമിക്കണം ശ്രുതി, ഞാൻ അമ്മയുടെ ഈ വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നിൽ നിന്നും ഞാൻ മറച്ചു വെച്ചത് എൻ്റെ തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കില്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ വീണ്ടും പൊട്ടിക്കരയാണ്.